ഞാൻ പ്രധാനമായും പറയാൻ പോകുന്നത് ഭഗവാനെ അറിയാനായി നമ്മൾ എന്തെല്ലാം ഗുണഗണങ്ങൾ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഇന്ന് ഈ ഒരു ചടങ്ങിലേക്ക് വരുമ്പോൾ നോട്ടീസ് നോക്കിയപ്പോൾ പേര് കൊടുത്തിരിക്കുന്നത് കണ്ടു, നാരായണീയ മഹോത്സവം. വളരെ സന്തോഷം തോന്നി. ഒന്ന്, നാരായണീയം എന്നുള്ള വാക്ക് മേൽപ്പത്തൂര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദ്വേധ നാരായണീയം. ഇതിനെ രണ്ട് തരത്തിൽ പറയാം. നാരായണ ഈയം എന്നാണ്, അതായത് ഇത് നാരായണാൽ അല്ലെങ്കിൽ നാരായണനെ സംബന്ധിച്ചത്, അതാണ് നാരായണീയം. ഭാരതീയം, അദ്വിതീയം, ഇതൊക്കെ നമ്മൾ പറയാറില്ലേ? അതുപോലെ നാരായണനെ സംബന്ധിച്ചത് നാരായണീയം. മറ്റൊന്നോ ദ്വേധ, രണ്ട് തരത്തിൽ പറയാം. മറ്റൊന്ന് നാരായണനാൽ എഴുതപ്പെട്ടത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടല്ലേ എഴുതിയത്, അതുകൊണ്ട് നാരായണനാൽ എഴുതപ്പെട്ടത്, അങ്ങനെയും ഇത് നാരായണീയം എന്ന് പറയാം. ഇനിയോ നാരായണീയ മഹോത്സവം. ഈ മഹാ എന്നുള്ള വാക്ക് എങ്ങനെയാണ് വരിക? വളരെ മഹത്തരമായത്. ഇപ്പം നമ്മൾ ഋഷി എന്ന് പറയാറുണ്ട്. ഋഷിയുടെ മുന്നിൽ മഹാ ചേർക്കുമ്പോൾ എന്തായി? മഹർഷിയായി. എന്താണ്? മഹാനായിട്ടുള്ള ഋഷി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മഹത്തായിട്ടുള്ളത്. ഇനി അടുത്ത വാക്ക് എന്താണ്? ഉത്സവം. അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നാരായണീയ മഹോത്സവം. അപ്പോൾ ഉത്സവത്തിൻ്റെ വാക്ക് എന്താണ്? നമ്മൾ എന്തു കൂടാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കണ്ടേ? ഉത്സവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ഉത് എന്നാൽ മുകളിലേക്ക്, സവം എന്നാൽ ഒഴുകുന്നത്, മുകളിലേക്ക് ഒഴുകുന്നത്. നമുക്കാകെ സംശയം തോന്നും, ഇതെങ്ങനെയാണ് മുകളിലേക്ക് ഒഴുകുന്നതൊക്കെ താഴേക്കല്ലേ ഒഴുകുക എന്ന്. ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. നിറച്ചുകൊണ്ടേ ഇരുന്നാൽ വെള്ളം എങ്ങോട്ടാണ് നിറയുന്നത്? മുകളിലേക്കല്ലേ വരിക. കുറച്ച് കഴിയുമ്പോൾ അത് ആ കുടം നിറഞ്ഞ് പുറത്തേക്ക് പോകും. അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുറം മതിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടാൽ മതി, ഒരു കുടത്തിൻ്റെ വക്ക് പോലെയാണ് അല്ലേ, കൂർപ്പിച്ചല്ല. ആ ക്ഷേത്ര ചൈതന്യം പുറത്തേക്ക് പ്രവഹിക്കുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഉത്സവം എന്ന് പറഞ്ഞാൽ പ്രവഹിക്കുന്നത്. ഇനി ഉത്സവം എന്നുള്ള വാക്കിന് മറ്റൊന്നുകൂടിയുണ്ട് അർത്ഥം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതായത് സംഘടിച്ച് ചെയ്യുന്ന ഉപാസന. ഇതിന് ഉത്സവം എന്ന് പറയാം, സംഘടിച്ച് ചെയ്യുന്ന ഉപാസന. അപ്പം ഇനി ഉപാസന എന്താണെന്ന് പഠിക്കണം. ഇപ്പോൾ ഉപാസന എന്നാൽ അടുത്തിരിക്കുക. ഓരോ വാക്കായിട്ട് നമുക്ക് നോക്കാം. അടുത്തിരിക്കുക. ആരുടെ അടുക്കലാണ്? ഭർത്താവിൻ്റെ, ഭാര്യയുടെ, കാമുകൻ്റെ, കാമുകിയുടെ ഒക്കെ അടുത്തിരിക്കുന്നതാണോ? ഉപാസന എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളുടെ അടുക്കലിരിക്കുന്നതേ ഉള്ളൂ. ആരുടെയാണ്? ഭഗവാന്റെ. അപ്പോൾ സംഘടിച്ച് ചെയ്യുന്ന ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും സംഘടിച്ച് ചേർന്ന് ഭഗവാന്റെ അടുക്കലിരിക്കുന്നു. ഭഗവാന്റെ അടുക്കലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ ഓർത്തുകൊണ്ടിരുന്നാൽ എവിടെയാണ്? ഭഗവാന്റെ അടുക്കലാണ്. സംശയമുണ്ടോ? അതുകൊണ്ട് തന്നെ ഉത്സവം എന്നുള്ളതും ഉപാസന എന്നുള്ളതും ഈശ്വരനുമായി ബന്ധപ്പെടുത്തി മാത്രം ഉപയോഗിക്കേണ്ട പദങ്ങളാണ്. പ്രത്യേകിച്ച് ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ താന്ത്രികമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. പക്ഷേ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്? പുഷ്പോത്സവം അല്ലേ, ജലോത്സവം, പുസ്തക ഉത്സവം. ഇതൊന്നും ശരിയായ പ്രയോഗമല്ല. ഉത്സവം എന്നുള്ളത് ഭഗവാനുമായി മാത്രം ചേർന്ന് പ്രയോഗിക്കേണ്ടത്. അപ്പം നാരായണീയ മഹോത്സവം എന്ന് പറഞ്ഞാൽ എന്താണ്? നാരായണത്തെ പറ്റിയുള്ള ചരിതം ഇവിടെ നിങ്ങളെല്ലാവരും സംഘടിച്ച് ചേർന്ന് അല്ലേ സ്മരിക്കുന്നു. അപ്പോൾ എന്താണ്? നിങ്ങൾ ഈശ്വരൻ്റെ അടുക്കലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അടുക്കൽ ഇരിക്കുന്നു. ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഈ പദത്തിൻ്റെ അർത്ഥം. ഇനി നാരായണീയം എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം എനിക്ക് തോന്നുന്നു ഇതാണ് നാരായണീയ മഹോത്സവത്തിൻ്റെ അവസാനത്തെ സമാപന പ്രഭാഷണം എന്ന് തോന്നുന്നു. ഇനി മറ്റ് നൃത്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 100 ദശകമാണ് നാരായണീയത്തിലുള്ളത്. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ 100 പ്രകരണങ്ങൾ എടുത്തിട്ടാണ്.
പ്രകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് പറയാം 100 പ്രധാന സന്ദർഭങ്ങൾ, ഏതെങ്കിലും പ്രധാന കഥകൾ, ചരിതങ്ങൾ എടുത്തിട്ടാണ് എന്ന്. പക്ഷേ ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം ഏറ്റവും പ്രധാനമായിട്ട് 18 പുരാണങ്ങളാണ് ഉള്ളത്. ഈ 18 പുരാണങ്ങളിൽ 6 എണ്ണമാണ് ഏറ്റവും സാത്വികമായിട്ടുള്ളത്. അതിലേറ്റവും വിശേഷപ്പെട്ട പുരാണമാണ് ശ്രീമദ് ഭാഗവതം. പക്ഷേ ഈ ശ്രീമദ് ഭാഗവതം പുരാണം എന്ന് പറയുന്നതിനോടൊപ്പം ശ്രീമദ് ഭാഗവതം ശാസ്ത്രമാണ് എന്ന് പറയും. അപ്പോൾ അവിടെ വീണ്ടും ഞാൻ ടീച്ചർ ആയതുകൊണ്ടാണ് ഈ വാക്കിൻ്റെ എല്ലാം ഡെഫിനിഷൻ പറയുന്നത്, അല്ലാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൃത്യമായിട്ട് പറയണം. നമ്മൾ പറയില്ലേ ഭാഗവതം ഒരു ശാസ്ത്രമാണ്, ശാസ്ത്രീയമായിട്ടുള്ള പഠനം വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ പറ്റി ഒരു മുൻവിധിയോടുകൂടി വേണമെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാം. എന്നാൽ അതൊരിക്കലും ശാസ്ത്രീയ പഠനമല്ല. ശാസ്ത്രീയ പഠനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ വസ്തുനിഷ്ഠമായി പഠിക്കുക, അതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനം. ഈ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ധാരാളം തന്നിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രഗ്രന്ഥങ്ങൾ തന്നിട്ടുണ്ട്. ഈ ശാസ്ത്രഗ്രന്ഥങ്ങൾ ഇതിന് പേര് വരാൻ കാരണം എന്താണ്? അതിലുള്ളത് ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ പ്രതിഭാസത്തെ സംബന്ധിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള പഠനമാണ്. കൃത്യമായിട്ട് എത്ര ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട് എന്നൊന്നും അത്ര കണക്കാക്കിയിട്ടില്ല. എങ്കിലും സാമാന്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു 300-ൽ പരമുണ്ട്. അതിനെ തന്നെ 13 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വേദം, ഉപവേദം, വേദാംഗങ്ങൾ, ഇതിഹാസം, ഇങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ പറയുന്നു ഭാഗവതം ഒരു ശാസ്ത്രമാണ്. എന്തുകൊണ്ടാണ്? പൊതുവെ ഈ പുരാണത്തിൽ പ്രകരണങ്ങൾ കാണില്ല, പക്ഷെ ഇവിടെ ഭാഗവതത്തിൽ പ്രകരണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഭാഗവതത്തിലെ 100 പ്രകരണങ്ങൾ എടുത്തിട്ടാണ് 100 ദശകമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ പ്രത്യേകതകൾ ഭാഗവതത്തിനുണ്ട്. ഭാഗവതത്തിൽ പ്രകരണമുണ്ട്, പൊതുവെ പുരാണത്തിൽ പ്രകരണം ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭാഗവതത്തിൽ പ്രകരണമുണ്ട്, വസ്തുവിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള പഠനമുള്ളത് കൊണ്ട് അത് ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ 13 കാറ്റഗറി ആയിട്ട് തിരിച്ചതിൽ 1 പുരാണമാണ്. കാരണം ഭാഗവതം വരുന്നുണ്ട്, ഭാഗവതം വന്നാൽ ഭാഗവതം പുരാണമാണ്, അത് ചേർക്കാതെ സാധിക്കില്ല. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഇതിൻ്റെ എല്ലാം ആ ഒരു സ്ട്രക്ചർ വെച്ചിരിക്കുന്നത്. അങ്ങനെ 100 പ്രകരണത്തിൽ നിന്നും 100 ദശകമെടുത്തു. ഇനി നോക്കിയാലോ, ഭാഗവതത്തിൽ നമ്മളെല്ലാവരും 12 അധ്യായം വായിക്കില്ലേ? 12 അധ്യായം വായിക്കുന്ന എങ്ങനെയാണ്? ഭാഗവതത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറയാം. എന്നാൽ എല്ലാം അതിനകത്തുണ്ടോ? അജാമള ഉപാഖ്യാനം 12 അധ്യായത്തിലുണ്ടോ? കുചേലോപാഖ്യാനം ഉണ്ടോ? നമ്മൾ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെയാണ് അജാമള ഉപാഖ്യാനവും അല്ലെങ്കിൽ കുചേലവൃത്തവും. അത് 12 അധ്യായത്തിലില്ല. കാരണം എന്താണ്? എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നാരായണീയം എടുത്താലോ, നാരായണീയത്തിൽ ഭരതൻ്റെ കഥയില്ല. ഇതെന്തുകൊണ്ടാണ്? ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അത് ഭാഗവതത്തിൽ 12 അധ്യായത്തിലും വെച്ചിട്ടുണ്ട്, ഈ നാരായണീയത്തിലും വെച്ചിട്ടുണ്ട്. നാരായണീയവും ഒരു ചുരുക്കമാണല്ലോ ഭാഗവതത്തിൻ്റെ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭക്തി എന്നുള്ള രസത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാവ്യമാണ്, അപ്പോൾ ആ കാവ്യത്തിൻ്റെ രസവും ഭംഗിയൊക്കെ വേണം. അപ്പോൾ അതിന് ചേർന്ന് പോകുന്നവ മാത്രമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് ഭാഗവതത്തിലെ ഭക്തി കടഞ്ഞെടുത്തതാണ് നാരായണീയം. വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ക്ഷീരബല ഒക്കെ ആവർത്തിച്ചാൽ ഫലം കൂടും, ഗുണവും കൂടും. ക്ഷീരബലയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഭാഗവതം ആവർത്തിച്ചതാണ് നാരായണം, ഭക്തി കടഞ്ഞെടുത്തത്, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈ ഭാഗവതം ഒക്കെ എങ്ങനെ ഉണ്ടായി? എല്ലാം ശോകത്തിൻ്റെ സന്തതികളാണ്. ഭാഗവതം അതങ്ങനെയല്ലേ? ശമ്യാപ്രാശത്തിൽ സരസ്വതി നദിയുടെ തീരത്ത് ദുഃഖിതനായിട്ട് വ്യാസഭഗവാൻ ഇരിക്കുകയാണ്. ഇത്രയൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതി കുറേ ഇതൊക്കെ ചെയ്തു എന്നുള്ള ഒരു ചെറിയ അഹംബോധവും ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നും ചെയ്തില്ല. അപ്പോഴാണ് വളരെ ദുഃഖിതനായിട്ടിരിക്കുമ്പോഴാണ് നാരദമുനി വരുന്നതും ശ്രീമദ് ഭാഗവതം എഴുതുന്നതും. ശോകത്തിൻ്റെ സന്തതിയാണ്. 2 രാമായണം എങ്ങനെയാണ്? വാൽമീകി മഹർഷി അല്ലേ
ക്രൗഞ്ച മിഥുനങ്ങളെ കാണുമ്പോഴാണ് ആ ശോകത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ആ ശ്ലോകം ഉദ്ഭവിക്കുന്നത്. ഭഗവത്ഗീത എങ്ങനെയാണ് പറയാനുണ്ടോ അല്ലേ? അർജുനൻ വളരെ വിഷാദഗ്രസ്തനായിട്ടിരിക്കുമ്പോൾ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളാണെങ്കിൽ ഈ ശോകം, ദുഃഖം എന്നൊക്കെ പറയുന്നത്, ദൈവമേ ഇതെങ്ങാനും അടുത്തേക്ക് വന്നാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നോക്കിക്കേ, നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഭാഗവതവും രാമായണവും ഭഗവത്ഗീതയും എല്ലാം ശോകത്തിൻ്റെ സന്തതികളാണ്. വേറൊന്ന് നോക്കുക, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പല കൃതികളും രചിക്കപ്പെട്ടിരിക്കുന്നത് ജയിലിലിരുന്നിട്ടാണ്. ബാലഗംഗാധര തിലക് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം എഴുതിയത് ജയിലിലിരുന്നാണ്. അതായത് നമ്മൾ ഇതിനെ എങ്ങനെ എടുക്കുന്നു? നമ്മൾ ശോകമായിട്ട് എടുത്തില്ലെങ്കിലോ? നാരദർക്ക് തൻ്റെ അമ്മ മരിച്ചു പോയത്, പാമ്പ് കടിയേറ്റ് മരിച്ചു പോയത് ഒരു അനുഗ്രഹമായിട്ട് കരുതി. കാരണം ഇല്ലെങ്കിലോ പാവ അമ്മ എന്നും തന്നെ ഓർത്ത് വ്യസനിച്ചു കൊണ്ടിരിക്കും. മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് എന്നെ ഓർത്ത് വ്യസനിക്കണ്ടല്ലോ എന്നാണ് ചിന്തിച്ചത്. അപ്പോൾ ഏതൊരു ദുഃഖവും നമ്മൾ ഏത് രീതിയിൽ അതിനെ, നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നാരായണീയത്തിനെയും നമ്മൾ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത്, ഇതാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നാരായണത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ, ഭാഗവതമായിട്ട് നമ്മൾ ചെറിയൊരു കമ്പാരിസണൊക്കെ നടത്തിയാൽ, ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിൽ 19 അധ്യായം, ആ 19 അധ്യായത്തിനെയാണ് 3 ദശകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിലെന്താണ് വിഷയം? പ്രധാനമായിട്ടും ഭക്തിയാണ് വിഷയം. അതായത് മേൽപ്പത്തൂർ എങ്ങനെയാണ് ആ ഭക്തി കൊണ്ടാണ് ഈ ശരിക്ക് പറഞ്ഞാൽ നാരായണീയം രചിക്കാൻ തുടങ്ങിയത് തന്നെ. മേൽപ്പത്തൂര് അല്ലെങ്കിൽ ഭട്ടതിരിപ്പാടായത് എന്തുകൊണ്ടാണ്? നാരായണീയം രചിച്ചതുകൊണ്ടാണ്. മേൽപ്പത്തൂര് രാജാക്കന്മാരുടെ ആശ്രിതനായി നിന്നിട്ട് ധാരാളം കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട്, പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട്, ശാസ്ത്രഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, അതുപോലെ പ്രകരണ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വല്ല ദിനം നമ്മൾ ആചരിക്കാറുണ്ടോ? രാജസൂയ ദിനം ആചരിക്കാറുണ്ടോ? ഇല്ല. ഇതാരെഴുതിയതാണ്? പ്രക്രിയ സർവസ്വം. ഇതെല്ലാം ആരെഴുതിയതാണ്? മേൽപ്പത്തൂർ എഴുതിയതാണ്. നിരനുനാസിക ദിനം, ശൂർപ്പണഖയുടെ മൂക്ക് പോയപ്പോൾ പിന്നെ ഞാണ നമ ഒന്നും പറയാൻ പറ്റില്ല, മൂക്കുകൊണ്ട് ഉച്ചരിക്കുന്നവയല്ലേ, ഇതൊന്നും ചൊല്ലാൻ പറ്റില്ല. അപ്പോൾ അവിടെ ശൂർപ്പണഖ പറയുന്ന സംഭാഷണങ്ങളിൽ എന്ത് വരാൻ പാടില്ല? ഞാണ നമ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഈ അക്ഷരങ്ങളെല്ലാം ഒഴിവാക്കി നിരനുനാസിക എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്തോത്രം കൃതി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ദിനമൊന്നും നമ്മൾ ആചരിക്കുന്നില്ല. നമ്മൾ എന്തുമാത്രമേ ആചരിക്കുന്നുള്ളൂ? നാരായണീയ ദിനം മാത്രമേ ആചരിക്കുന്നുള്ളൂ. കാരണം പൂർണ്ണമായി എവിടെയാണോ ഭഗവാനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്, കീർത്തിക്കപ്പെടുന്നത്. ഭട്ടതിരിപ്പാട് അങ്ങനെയായത് ആ ഉറപ്പുള്ളത് കൊണ്ടാണ്. ഭാഗവതത്തിൽ എന്തുണ്ട്? ഭാഗവതത്തിൽ ഭഗവാന്റെ സ്വധാമത്തെ പറ്റി പറയുന്നില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യും? ഭാഗവത സപ്താഹം എല്ലാം കേട്ട് കഴിഞ്ഞ് അവസാനം വീണ്ടും ഭഗവാന്റെ അവതാരം വായിക്കും. എന്തിനാ? ഭഗവാനെ സ്വധാമത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ആകെ ഒരു ബുദ്ധിമുട്ട്, എങ്ങോട്ടോ പോയ ഒരു തോന്നലാണ്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? വീണ്ടും അവതാരം വായിക്കും, ഭഗവാനെ കൊണ്ടുവന്നു എന്ന്. നാരായണീയത്തിൽ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുന്നത് മേൽപ്പത്തൂർ വർണ്ണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉണ്ടോ ആ ഭാഗം? ഇല്ല. എന്തുകൊണ്ടാ? അഗ്രേ പശ്യാമി തേജോ, നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വധാമത്തിലേക്ക് പോയി എന്ന് പറയാൻ പറ്റുമോ? അല്ലേ? ആദ്യം കാണുന്നത് എന്താണ്? പ്രകാശമാണ്. അഗ്രേ പശ്യാമി തേജോ. ആ തേജസ്, നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ആ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഭഗവാനെ കാണുന്നത്. വിളക്കല്ലേ ആദ്യം, വിളക്കിൻ്റെ വെളിച്ചമാണ് ആദ്യം മുന്നിൽ നിൽക്കുന്നത്. ആ വെളിച്ചത്തിലൂടെ നമ്മൾ ഭഗവാനെ കാണുകയാണ്. അതായത് ശരിക്കും ആ വെളിച്ചം എന്ന് പറയുന്നത് അറിവാണ്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. ശങ്കരാചാര്യർ പറയും, ഭാരതം എന്ന പേര് ലഭിച്ചത് ഭ എന്നാൽ പ്രകാശം, പ്രകാശത്തിൽ രതിയുള്ള, പ്രകാശത്തിൽ മുഴുകിയിരിക്കുന്ന രാഷ്ട്രം. പക്ഷെ എന്നിട്ട് ശങ്കരാചാര്യർ പറയും ഏറ്റവും വലിയ പ്രകാശം എന്താണ്? അറിവാണ്, അല്ലേ? ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറയുന്ന അറിവാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് ഇപ്പോഴാ തലേ വെളിച്ചം വീണത് എന്ന് പറയാറില്ലേ? അത് തന്നെയാണ്.